വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാം ആണ് നാളെ നടക്കാൻ പോകുന്നത്. BCom തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കടക്കാം. എന്നാ പിടിച്ചു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം പാർട്ട് ബിയില് ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ റോള് എപ്പോഴും വരാറുള്ളതാണ്. റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ നിർബന്ധമായി നോക്കണം. റിപ്പീറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ EHRM എന്താണ്? EHRM എന്താണ്? അതിൻ്റെ ടൈപ്സ് നോക്കിയിരിക്കണം. ബേസിക്സ് ആണ്. പുതിയാണ്. ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്താണ്? ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയേഴ്സ് എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. അതിൻ്റെ സ്റ്റെപ്സ് ആണ്. ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയേഴ്സിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് എന്താണ്? അതിൻ്റെ സോഴ്സസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റിൻ്റെ എന്തൊക്കെയാണ്? ഓക്കെ, അത് മറ്റൊരു ചോദ്യം. നെക്സ്റ്റ് ജോബ് ഡിസൈൻ എന്താണ്? നോക്കിയിരിക്കണം. അതിൻ്റെ മെത്തേഡ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ജോബ് അനാലിസിസ്. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ജോബ് അനാലിസിസ് ഡാറ്റ. അതുപോലെ തന്നെ ജോബ് ഇവാലുവേഷൻ എന്താണ് ചോദിക്കാറുണ്ട്. ജോബ് ഇവാലുവേഷൻ എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ 5 മാർക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഇൻഡക്ഷൻ എന്താണ്? ഇൻഡക്ഷൻ എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കണം. അതിൻ്റെ കണ്ടൻസ് ഉണ്ട്, അത് നോക്കിയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് ട്രെയിനിങ് ഇവല്യൂഷൻ എന്താണ്? ട്രെയിനിങ് ഇവല്യൂഷൻ എന്താണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ട്രെയിനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ക്രൈറ്റീരിയ would you use to evaluate the training program? The training program. അപ്പോൾ ഒക്കെ നമ്മൾ ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്കിപ്പ് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയിരിക്കണം. ഓക്കെ, 5 മാർക്കിൻ്റെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കരിയർ പ്ലാനിങ് എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കരിയർ
ഡെവലപ്മെൻറ്റ് എന്താണ് അതിൻ്റെ ആക്ടിവിറ്റീസ്, കരിയർ ഡെവലപ്മെൻറ്റ് എന്താണ് അതിൻ്റെ ആക്ടിവിറ്റീസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് അതിൻ്റെ കണ്ടൻസ് വീണ്ടും പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പ്രോസസ്സും കൂടി നോക്കണം കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ പ്രോസസ്സും നോക്കിയിരിക്കണം. പിന്നെ ഒരു സജഷനും കൂടി ഇതിൽ നൽകാനുള്ളത്, നമ്മൾ നേരത്തെ 2 മാർക്കിൻ്റെ പറഞ്ഞതാണ് ഹോട്ട്സ്റ്റൗ റൂൾ എന്താണെന്ന്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 5 മാർക്കിനായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. സോ ആദ്യം റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, EHRM എന്താണ്, അതിൻ്റെ ടൈപ്സ്, ഗ്രീവൻസ് റീഡ്രസൽ, പ്രൊസീജിയേഴ്സിൻ്റെ സ്റ്റെപ്സ്, പിന്നെ റിക്രൂട്ട്മെൻറ്റ് എന്താണ്, അതിൻ്റെ സോഴ്സസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ്, ജോബ് ഡിസൈൻ എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ജോബ് അനാലിസിസ് ഡാറ്റ, ജോബ് ഇവാലുവേഷൻ്റെ അഡ്വാൻറ്റേജസ്, ഇൻഡക്ഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, കണ്ടൻസ്, ട്രെയിനിങ് ഇവാലുവേഷൻ എന്താണ്, ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ക്രൈറ്റീരിയ വുഡ് യു യൂസ് ടു ഇവാലുവേറ്റ് ദ ട്രെയിനിങ് പ്രോഗ്രാം, പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോസസ്സ്, കരിയർ പ്ലാനിങ് എന്താണ്, അഡ്വാൻറ്റേജസ്, പ്രോസസ്സ്, ലിമിറ്റേഷൻസ്, കരിയർ ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ആക്ടിവിറ്റീസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതിൻ്റെ കണ്ടൻസ്, ഹോട്ട്സ്റ്റൗ റൂളിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതാണ് 5 മാർക്കിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ദെൻ ഫൈനലി ഇത് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലാസ്റ്റത്തെ എക്സാം എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.